സംഘികൾക്ക് അഡീഷണലായി 2 അമ്മയെ കൊടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആസാമിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറയുകയാണ്. ഇസ്രയേലിനെ മോദി സംഘികളുടെ ഫാദർലാൻഡ് ആക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെയാണ് സംഘികൾക്ക് അഡീഷണലായി സ്വന്തം അമ്മയെ അല്ലാതെ സംഘികളുടെ അമ്മയെ, അത് ഒരെണ്ണമല്ല 2 എണ്ണത്തിനെ അമിത്ഷാ ആസാമിലെ സംഘികൾക്ക് കൊടുക്കുമെന്ന് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ യാതൊരു മടിയുമില്ലാതെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഘികളുടെ അമ്മ ആരെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പൻ പലപ്പോഴും മാറി മാറി വരും. ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ചിലപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ, ചിലപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ. അങ്ങനെ തന്തമാർ പലതാണ്. ഏറ്റവും ലേറ്റസ്റ്റായി സംഘികളുടെ പുതിയ തന്ത ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ്. പക്ഷേ അമ്മ അവർക്ക് ഒന്നേ ഉള്ളൂ. ഇവിടെ ആസാമിൽ അമിത്ഷാ, അതും കേന്ദ്രമന്ത്രിയായ അമിത്ഷാ, യാതൊരു മടിയും കൂടാതെ ഇതുപോലെ ഊളത്തരം പറയുന്നതും, മുൻപ് മോദി ഫ്രീ കൊടുക്കുന്നതിനെ കുറിച്ച്, രേവടി കൾച്ചറിനെ കുറിച്ച് പറഞ്ഞതും, അതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് സംഘികളുടെ അമ്മയെ പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് മോദി പറഞ്ഞതും നമുക്ക് കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ചാനലിന് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർച്ചയായി ആവശ്യപ്പെടുകയില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ഈ മാസം അവസാനത്തോടുകൂടി 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ മാന്യമായി, അന്തസ്സോടെ, വസ്തുനിഷ്ഠാപരമായി, സത്യസന്ധമായി കാര്യങ്ങൾ പറയുമെന്ന് സാധാരണ ആളുകൾ ചിന്തിക്കും. എന്നാൽ മോദിക്ക്, അമിത്ഷായ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. അതിന് കാരണം അവരുടെ മന്ദഭക്തന്മാർക്ക് തരംതാണ വാക്കുകളാണ് ഇഷ്ടം എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്ന കാര്യമാണ് ഇത് എന്ന് ഓർക്കണം. അത് കേൾക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഫ്രീ ആയി സാധനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച്, രേവടി കൾച്ചർ വലിയ അപകടമാണ് എന്ന് മോദി മുൻപ് പറഞ്ഞത് കേൾക്കാം. नए भारत के सामने एक ऐसी चुनौती भी है जिस पर अगर अभी ध्यान नहीं दिया गया तो भारत के युवाओं का, आज की पीढ़ी का बहुत नुकसान हो सकता है. आपका आज गुमराह हो जाएगा और आपकी आने वाली कल अंधेरे में सिमट जाएगी. दोस्तों, പുതിയ ഇന്ത്യയുടെ മുൻപിൽ വലിയൊരു വെല്ലുവിളിയുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഇന്ത്യയിലെ യുവജനങ്ങൾക്ക്, ഇന്നത്തെ തലമുറയ്ക്ക് വലിയ നാശമുണ്ടാകും. നിങ്ങളുടെ വർത്തമാനകാലം പെരുവഴിയിലാകും. നിങ്ങളുടെ ഭാവി അന്ധകാരത്തിലാകും സുഹൃത്തുക്കളെ. इसलिए अभी से जागना जरूरी है. आजकल हमारे देश में मुफ्त की रेवड़ी बांटकर वोट बटोरने का कल्चर लाने की भरसक कोशिश हो रही है. ये रेवड़ी कल्चर देश के विकास के लिए बहुत घातक है. इस रेवड़ी कल्चर से देश के लोगों को और खास करके मेरे युवाओं को बहुत सावधान रहने की जरूरत है. അതിനാൽ ഇപ്പോൾ മുതൽ ശ്രദ്ധാലുവായിരിക്കണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഫ്രീ ആയി സാധനങ്ങൾ കൊടുത്ത് വോട്ട് നേടുന്ന കൾച്ചർ കൊണ്ടുവരുന്നതിന് വലിയ ശ്രമം നടക്കുകയാണ്. ഈ ഫ്രീയുടെ കൾച്ചർ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ അപകടമാണ്. ഈ ഫ്രീ കൊടുക്കുന്ന പരിപാടിയെക്കുറിച്ച് രാജ്യത്തെ ആളുകൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. रेवड़ी कल्चर वाले कभी आपके लिए नए एक्सप्रेसवे नहीं बनाएंगे, नए एयरपोर्ट या डिफेंस कॉरिडोर नहीं बनवाएंगे. रेवड़ी कल्चर वालों को लगता है कि जनता जनार्दन को मुफ्त की रेवड़ी बांटकर उन्हें खरीद लेंगे. हमें मिलकर उनकी इस सोच को हराना है. रेवड़ी कल्चर को देश की राजनीति से हटाना है. ജനങ്ങൾക്ക് ഫ്രീ ബീസ് കൊടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും എക്സ്പ്രസ് വേ നിർമ്മിക്കുകയില്ല, പുതിയ എയർപോർട്ടോ ഡിഫൻസ് കോറിഡോറോ നിർമ്മിക്കുകയില്ല. ഈ രേവടി കൾച്ചർ ആളുകളുടെ ധാരണ
ജനങ്ങളെ ഫ്രീ ആയി സാധനങ്ങൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം എന്നാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് അവരുടെ ഈ ചിന്താഗതിയെ പരാജയപ്പെടുത്തണം. ഈ രേവടി കൾച്ചറിനെ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിക്കളയണം. ഈ പറഞ്ഞ പാർട്ടികളാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് പണം കൊടുത്ത് വോട്ട് വിലയ്ക്ക് വാങ്ങിയത്. ഈ അടുത്ത കാലത്ത് നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് 10,000 രൂപ ജനങ്ങൾക്ക് കൊടുത്തു. തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പിന്നീടും പണം കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും കണ്ടതോ കേട്ടതോ ആയി നടിക്കാതെ യാതൊരു നടപടിയും എടുക്കാതെ ഇരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിലെല്ലാം ഇതാണ് നടന്നത്. ഇപ്പോൾ ആസാം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് 10,000 രൂപയാണ് ആളുകൾക്ക് കൊടുത്തത്. ആ മോദിയാണ് ഇത് പറഞ്ഞത് എന്ന് ഓർക്കണം. അതിന്റെ അർത്ഥം സംഘികളെ, മോദിയെ ഉൾപ്പെടെയുള്ളവരെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കണമെന്ന് തന്നെയാണല്ലോ. അത് മോദി തന്നെ പറഞ്ഞതാണ്. ആസാമിലെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അമിത്ഷാ യാതൊരു മടിയും കൂടാതെ പറയുകയാണ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയിപ്പിച്ചാൽ സംഘികൾക്ക് 2 അമ്മയെ നൽകുമെന്ന്. സംഘികളുടെ അമ്മ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പശു, അതുപോലെ എരുമയും. അപ്പൻ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സാഹചര്യത്തിനൊപ്പിച്ച്, സമയത്തിനൊപ്പിച്ച് മാറി മാറി വരും. അമിത്ഷാ ആസാമിൽ പറയുന്നത് കേൾക്കാം. आप मेरी बात समझो, ये दोनों लोगों को चुनकर भेज दो। आसाम के हर जिले में एक बहुत बड़ी डेयरी और हर ट्राइब के घर में एक गाय और एक भैंस देने का काम भारतीय जनता पार्टी करेगी. നിങ്ങൾ എൻ്റെ വാക്കുകൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഈ 2 പേരെ തെരഞ്ഞെടുത്തയച്ചാൽ ആസാമിലെ ഓരോ ജില്ലകളിലും വളരെ വലിയ ഡയറി ഫാമും, അതുപോലെ ഓരോ ഗോത്രത്തിലെ വീടുകളിലും ഒരു പശുവിനെയും ഒരു എരുമയെയും നൽകുന്ന ജോലി BJP ചെയ്യും. ഇത് കേട്ട് തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത സംഘികളും സംഘിണികളും കൈയടിക്കുകയാണ്. ഇത് 100% നടക്കുകയില്ല എന്ന് ഏത് പൊട്ടനും അറിയാം, സംഘികൾക്കൊഴികെ. ഇനി തുടർന്ന് പറയുകയാണ്, और ये सिर्फ वादा नहीं है, मैं सहकारिता मंत्री हूं, मैं आपको कहने आया हूं, हर ट्राइब की हर माता के घर में एक गाय और एक भैंस देने का काम ये भारतीय जनता पार्टी की सरकार करेगी. ഇത് വെറും വാഗ്ദാനമല്ല, ഞാൻ കേന്ദ്രമന്ത്രിയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ്, ഓരോ ഗോത്രത്തിലെയും ഓരോ അമ്മയുടെയും കുടുംബത്തിൽ ഒരു പശുവിനെയും ഒരു എരുമയെയും നൽകുന്ന ജോലി BJPയുടെ സർക്കാർ ചെയ്യും. കഴിഞ്ഞ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണങ്ങളിലും സംസ്ഥാനങ്ങൾ തോറും നടന്ന് ഇതുപോലെ യാതൊരു മടിയുമില്ലാതെ അയാൾ പൊള്ളവാഗ്ദാനങ്ങൾ നൽകിയതാണ്. ഡൽഹിയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും പറഞ്ഞത് ദീപാവലിക്കും ഹോളിക്കും എല്ലാ കുടുംബങ്ങൾക്കും ഓരോ ഫ്രീ ഗ്യാസ് സിലിണ്ടർ നൽകുമെന്നാണ്. പക്ഷെ ആർക്കും നൽകിയില്ല എന്നതാണ് വാസ്തവം. ഇത് അതിലും വലിയ വാഗ്ദാനമാണ്. ഒരു പശുവിനെയും ഒരു എരുമയെയും, അതായത് സംഖ്യകൾക്ക് 2 അഡീഷണൽ അമ്മമാരെ നൽകുന്നതിന് മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ചെലവാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. 1000 രൂപയുടെ സിലിണ്ടർ പോലും ഫ്രീ ആയി കൊടുക്കാത്ത ഇയാളാണ് യാതൊരു മടിയും കൂടാതെ ഇങ്ങനെ പറയുന്നത്, പശുവിനെയും എരുമയെയും എല്ലാ കുടുംബങ്ങൾക്കും ഫ്രീ ആയി നൽകുമെന്ന്. അതും കേന്ദ്രമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഏതെങ്കിലും സംഘിക്ക് തോന്നുന്നുണ്ടോ ഇത് നടക്കുമെന്ന്? പറയുന്ന ഇയാൾക്കും കേൾക്കുന്ന മന്ദഭക്തർക്കും അവിടെ ഇരുന്ന് കൈയടിക്കുന്ന എല്ലാ വിഡ്ഢികൾക്കും അറിയാം ഇത് നടപ്പിലാകുന്ന കാര്യമല്ല എന്ന്. ഇനി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് മോദി ഗുജറാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം. કોંગ્રેસની સરકાર બનશે તો તમારી પાસેથી ટેક્સ રૂપિયા લઈ લેશે, 55% ટેક્સ નાખશે. એટલે માનો કે તમારી પાસે 10 એકરનું ખેતર છે અને તમે છોકરાને, સંતાનોને 10 એકર આપીને જવા માંગો છો, તો તમારા 5 એકર સરકારમાં ગયા ને 5 એકર રહ્યા. આ કાયદો લાવવાના છે. તમારી પાસે 2 ભેંસ હોય તો 1 ભેંસ કોંગ્રેસ વાળા કહેશે સરકારમાં આપી દો, 1 તમારા છોકરાને આપવાની. કેમ? તો અમારે 1 ભેંસ અમારી વોટ બેંકમાં આપવાની છે. കോൺഗ്രസിന്റെ സർക്കാർ വന്നാൽ വലിയ നികുതി ഏർപ്പെടുത്തും. 55% വരെ നികുതി ഏർപ്പെടുത്തും. നിങ്ങൾക്ക് 10 ഏക്കർ കൃഷിസ്ഥലം ഉണ്ടെങ്കിൽ അതിൽ 5 ഏക്കർ സർക്കാർ പിടിച്ചെടുത്ത് അവരുടെ വോട്ട് ബാങ്കിന് കൊടുക്കും. നിങ്ങൾക്ക് 2 എരുമയുണ്ടെങ്കിൽ 1 സർക്കാർ പിടിച്ചെടുത്ത് അവരുടെ വോട്ട് ബാങ്കിന് കൊടുക്കും.
നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ട നിങ്ങളുടെ 5 ഏക്കർ സർക്കാർ അവരുടെ വോട്ട് ബാങ്കിന് കൊടുക്കും. അതുപോലെ നിങ്ങളുടെ ഒരു പോത്തിനെ പിടിച്ച് അവരുടെ വോട്ട് ബാങ്കിന് കൊടുക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഇയാൾ പറഞ്ഞത്. ഒരു മടിയുമില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിന്, ഒരു നാണവുമില്ല, ഒരു സംസ്കാരവുമില്ല. സംഘികളോട് അവസാനമായി ചോദിക്കുകയാണ്, ആസാമിലെ ഓരോ ഗോത്രവർഗ കുടുംബങ്ങൾക്കും നിങ്ങളുടെ അമ്മയായ ഓരോ പശുവിനെയും എരുമയെയും ഇത് വെറും വാഗ്ദാനമല്ല, തീർച്ചയായും കൊടുക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ അത് നടപ്പിലാക്കുമോ? ഇല്ലെങ്കിൽ ഇനിയെങ്കിലും വിവേകമുള്ളവരായി നിങ്ങൾ തീരുമോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?